ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ പോർഷനിൽ ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ സുവോളജിയിലും ബോട്ടണിയിലും രണ്ടിലും വരുന്ന ഒരു സെഗ്മെൻ്റാണ്. അതിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു സെക്ഷനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പല മേഖലകളിലും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും അത് ചില സമയങ്ങളിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണാൻ പോവുകയാണ്. കുട്ടികളെ, ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻഹെറിറ്റൻസിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് പ്രേഷണം എന്നാണ്. പ്രേഷണം എന്നാണ്. എന്താണ് ഈ പ്രേഷണം എന്ന് പറയുന്നത്? ഇൻഹെറിറ്റൻസിൻ്റെ മലയാളമാണ്. അപ്പോൾ ക്രിസ് ക്രോസ് പ്രേഷണം എന്ന് വേണമെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമായിട്ട് വരാം. അപ്പോൾ എന്താണ് ഈ ക്രിസ് ക്രോസ്? ക്രിസ് ക്രോസ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന ഒരു കോൺസെപ്റ്റാണ്. കുട്ടികളെ, ഈ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് ജനറ്റിക് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. പ്രധാനമായിട്ടും നമ്മൾ രണ്ട് ജനറ്റിക് ഡിസീസസിനെയാണ് എക്സാമ്പിളാക്കി നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പഠിക്കുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് രോഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ രോഗമെന്ന് പറയുന്നത് ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ. രണ്ടാമത്തെ രോഗമെന്ന് പറയുന്നത് വർണ്ണാന്ധത. വർണ്ണാന്ധത. അപ്പോൾ ഈ ഹീമോഫീലിയ, വർണ്ണാന്ധത എന്ന് പറയുന്ന രണ്ട് രോഗങ്ങളെ എക്സാമ്പിളാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് രോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ രണ്ട് രോഗങ്ങളും ഒരു എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ്. കുട്ടികളെ, എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്സ് ക്രോമോസോം അല്ലെങ്കിൽ ലിംഗനിർണയ ക്രോമോസോം അഥവാ അല്ലോസോംസ് നമുക്കറിയാമല്ലോ. സ്ത്രീകളിലാണെങ്കിൽ XX, പുരുഷന്മാരിലാണെങ്കിൽ XY. ഇതിൽ ഒരു എക്സിൽ മാത്രമായിട്ട് ഒരു പ്രശ്നമുണ്ടാവുകയും എന്നാൽ സ്ത്രീകൾക്ക് 2X ഉള്ളത് കൊണ്ട്, 2X ക്രോമോസോം ഉള്ളത് കൊണ്ട് ഒരു X ക്രോമോസോമിലെ പ്രശ്നം രോഗത്തിലേക്ക് എത്തിക്കുന്നില്ല. മറിച്ച് പുരുഷന്മാരിൽ ഒരു X ക്രോമോസോമും ഒരു Y ക്രോമോസോമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു X ക്രോമോസോമിന് എന്തെങ്കിലും പറ്റിയാൽ ആ പുരുഷന് രോഗം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകളിൽ 2X ഉള്ളത് കൊണ്ട് 2Xനും പ്രശ്നമുണ്ടെങ്കിലേ രോഗം വരുവുള്ളൂ. അങ്ങനെ 2Xലും പ്രശ്നം ഉണ്ടെങ്കിലേ രോഗം വരുവുള്ളൂ എന്ന കണ്ടീഷൻ ആണെങ്കിൽ അതാണ് എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. അതേസമയം ഒരു Xൽ പ്രശ്നമുണ്ട ഒരാൾക്ക് എന്തായാലും അസുഖം വരും എന്ന അവസ്ഥയാണെങ്കിൽ അത് എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസോർഡർ എന്ന് പറയേണ്ടി വരും. നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് രോഗങ്ങൾ, നമ്മുടെ ഹീമോഫീലിയ, വർണ്ണാന്ധത, ഇത് രണ്ടും എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സാണ്. അതായത് 2Xലും പ്രശ്നങ്ങൾ വരണം, എന്നാൽ മാത്രമേ അസുഖമായിട്ട്, രോഗമായിട്ടത് പുറത്തേക്ക് വരികയുള്ളൂ. ഇത്രയുമൊക്കെ അല്ലേ ആ എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. റിസസീവിൻ്റെ മലയാളം എന്താണ്? ഗുപ്ത ഗുണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ ഡോമിനൻറ്റിൻ്റെ മലയാളം പ്രകട ഗുണം എന്നാണ്. മലയാള വാക്കുകൾ നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം ഈ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ നമ്മൾ രണ്ട് വ്യക്തികളെയാണ് ഉദാഹരണമായി എടുത്തിരിക്കുന്നത്. ഒന്ന് XX എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഫീമെയിൽ അല്ലേ. XX എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ്, ഒരു ഫീമെയിലാണ്. അതേസമയം XY നമുക്കറിയാം, ഇതൊരു മെയിലാണ് അല്ലേ, ഇതൊരു പുരുഷനാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, നമ്മുടെ സ്ത്രീയുടെ X ക്രോമോസോമുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പുരുഷന്റെ X ക്രോമോസോമിന് ഒരു പ്രശ്നമുണ്ട്. ആ X ക്രോമോസോമിൽ ഈ രോഗങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ചേഞ്ച് ആ X ക്രോമോസോമിലുണ്ട്. പുരുഷനായതുകൊണ്ട് Y ക്രോമോസോമും X ക്രോമോസോമുമാണുള്ളത്. ഒരു X ക്രോമോസോമിൽ ഉള്ള പ്രശ്നം രോഗമായി പുറത്തേക്ക് വരും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിൽ എന്ന് പറയുന്നത് ഒരു രോഗിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉള്ള ആളാണ്.
ഈ രണ്ട് ഡിസീസിൽ ഏതെങ്കിലും ആവാം. നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് രണ്ടെണ്ണം പറയുന്നു എന്ന് മാത്രമേ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് സാറേ എക്സിൽ മാത്രമാണല്ലോ പ്രശ്നം, വൈയിൽ കുഴപ്പമില്ലല്ലോ, അപ്പോൾ ഇത് എക്സിൽ എങ്ങനെ ഡോമിനൻ്റ് അല്ലേ എന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല, പുരുഷന്റെ കേസിൽ എക്സും വൈയുമാണുള്ളത്. അതുകൊണ്ട് ഒരു എക്സിലെ പ്രശ്നം തന്നെ ആ പുരുഷനെ രോഗിയാക്കി മാറ്റും. അതേസമയം സ്ത്രീയെ സംബന്ധിച്ച് ആ എക്സിൽ അല്ലെങ്കിൽ ഒരു എക്സിലെ പ്രശ്നം മാത്രം പോരാ, രണ്ട് എക്സിലും കുഴപ്പങ്ങൾ ഉണ്ടാകണം ആ സ്ത്രീയെ രോഗിയാക്കണമെങ്കിൽ. ഇപ്പം തൽക്കാലം ഇങ്ങനൊരു എക്സാമ്പിളാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ത്രീ, ഒരു രോഗിയായ പുരുഷൻ. ഏത് രോഗം? ഹീമോഫിലിയ ആയിക്കോട്ടെ, വർണ്ണാന്തത ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു രോഗം. ഓക്കെ. ഇനി ഇവരുടെ ഇണചേരലിൻ്റെ ഫലമായിട്ട് നമ്മൾ നോക്കാം അടുത്ത തലമുറയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ സ്ത്രീയുടെ അണ്ഡം അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്നതിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്ന ഒരാളായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അതിൽ സംശയമൊന്നുമില്ല. കാരണം 2 എക്സ് ഉള്ള സ്ത്രീയാണ്. ആ 2 എക്സിനും പ്രശ്നമില്ല. സോ ആ സ്ത്രീയുടെ ശരീരത്തിലെ അണ്ഡങ്ങളിൽ എക്സ് എന്ന ക്രോമോസോം ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ മിയോസിസ് ഡിവിഷൻ അല്ലെങ്കിൽ ഊനഭംഗം കാരണം നേരെ പകുതിയിലേക്ക് എത്തും എന്ന് നമുക്കറിയാം, അല്ലേ? അതിൻ്റെ ഡിവിഷൻ്റെ ഫലമായിട്ട്. ഇനി നമ്മുടെ രോഗിയായ പുരുഷന്റെ പുംബീജം അഥവാ സ്പേം സെൽസ് ഒന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ പുരുഷന്റെ പുംബീജത്തിൽ 2 ടൈപ്പ് പുംബീജം ഉണ്ടാകാം. എക്സ് ക്രോമോസോം ഉള്ള പുംബീജം സ്പേമും ഉണ്ടാകാം, വൈ ക്രോമോസോം ഉള്ള സ്പേമും ഉണ്ടാകാം, അല്ലേ? ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഏരിയയിൽ വരച്ചു വെച്ചിരിക്കുന്നത് ഗ്യാമേറ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുരുഷന്റെ എക്സ് ക്രോമോസോം ഉള്ള സ്പേം, ഈ രോഗിയായ പുരുഷന്റെ എക്സ് ക്രോമോസോമിലാണല്ലോ പ്രശ്നം. ഈ പുരുഷനിലുള്ള എല്ലാ എക്സ് സ്പേംസും ഈ പ്രശ്നക്കാരനായ എക്സ് ക്രോമോസോം ആയിരിക്കും കാണപ്പെടുന്നത്. അതേസമയം പുരുഷന്റെ വൈ ക്രോമോസോം അടങ്ങിയിരിക്കുന്ന സ്പേം നോർമലാണ്. ഓക്കെ. ഇനി ഇവർ തമ്മിൽ ഇണ ചേരുന്ന സമയത്ത്, മേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് കുട്ടികളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ സ്ത്രീക്ക് നോർമൽ എക്സ് ആണ്, പുരുഷന് ഇഷ്യൂ ഉള്ള എക്സും നോർമൽ വൈയുമാണുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 ടൈപ്പ് കുട്ടികളെയാണ് കിട്ടാൻ പോകുന്നത്. എക്സ് എക്സ് സ്റ്റാർ, എക്സ് വൈ. നോക്കൂ, ആദ്യത്തെ ആ തലമുറ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഓഫ് സ്പ്രിങ്സിനെ നമ്മൾ പരിഗണിച്ചാൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ, ആദ്യത്തെ പെൺകുട്ടി ഒരു നോർമൽ എക്സും ഒരു പ്രശ്നമുള്ള എക്സുമാണുള്ളത്, അല്ലേ? അതേസമയം ആ ആൺകുട്ടിയെ നിങ്ങൾ നോക്കിക്കേ, അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ ഈ ആൺകുട്ടി നോർമലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഈ പെൺകുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന്. പെൺകുട്ടിക്ക് പ്രത്യക്ഷത്തിൽ ഇഷ്യൂ ഇല്ല. കാരണം എന്താണ്? ഒരു എക്സിന് മാത്രം പ്രശ്നമായാൽ വല്ല രോഗവും ഉണ്ടാവുമോ? ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ച് 2 എക്സിലും കുഴപ്പങ്ങളായിട്ട് വരണം, അല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഈ സ്ത്രീ എന്ന് പറയുന്ന ആള് രോഗിയല്ല എങ്കിലും വാഹകർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. വാഹകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരിയേഴ്സ്, രോഗത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ആൾ. പക്ഷെ രോഗിയല്ല, രോഗം വന്നിട്ടില്ല, പക്ഷെ രോഗം വരുത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉള്ളിലുണ്ട്. പക്ഷെ 2 എക്സിന് പ്രശ്നമില്ലാത്തത് കൊണ്ട് ആ സ്ത്രീ രോഗിയാകുന്നില്ല. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതുവരെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇനി ഇവർ തമ്മിൽ ഇണചേരുന്നു എന്ന് വിചാരിക്കുക. അയ്യോ സാറേ, ചേട്ടനും അല്ലെങ്കിൽ അനിയത്തിയും അല്ലെങ്കിൽ സഹോദരനും ഇണചേരൂ എന്നൊന്നും ചോദിക്കരുത്. ഇത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല പറയുന്നത്. വേറെ ഏതെങ്കിലും ഫാമിലിയിൽ നിന്നും ഇതേപോലെയുള്ള 2 പേര് ഇണചേരുന്നു എന്ന് വിചാരിക്കുക. തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ. ഇവരുടെ അടുത്ത ഓഫ് സ്പ്രിങ്സ് ഏത് ടൈപ്പ് വരും നോക്കിക്കോണേ. ഈ പറയുന്ന വാഹകർ അല്ലെങ്കിൽ കാരിയറായിട്ട് നിൽക്കുന്ന സ്ത്രീയുടെ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് നോർമൽ എക്സ് ഉള്ള ഓവും ഉണ്ടാകും, ഡിസീസ്ഡ് എക്സ് ഉള്ള ഓവും ഉണ്ടാകും. ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ പ്രശ്നമുള്ള എക്സ്. ഈ പുരുഷന്റെ പുംബീജം അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് നോർമൽ എക്സ് ഉള്ള സ്പേമും ഉണ്ടാവും, നോർമൽ വൈ എന്ന് പറയുന്ന സ്പേമും ഉണ്ടാവും. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇണചേരലിന്റെ ഫലമായിട്ട് 4 വ്യത്യസ്ത ഓഫ്സ്പ്രിങ്ങുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരാണ് ആ 4 പേര്? ഒന്ന് എക്സ് എക്സ്, നോർമൽ 2 എക്സ് ഉള്ള ഒരു ഫീമെയിൽ. ഓക്കെ, ഞാനിവിടെ ഫീമെയിൽ എന്ന് എഴുതുകയാണ്, സ്ത്രീ. ഓക്കെ. അടുത്തത് എക്സ് വൈ, ഒരു നോർമൽ മെയിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്ത നോക്കൂ, എക്സ് സ്റ്റാർ എക്സ്, കാരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വാഹക ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. രോഗിയല്ല, കാരണം 2 എക്സിലും പ്രശ്നമില്ല.
അടുത്ത മെയിലിൽ നിങ്ങൾ നോക്കിക്കേ, എക്സ് സ്റ്റാർ വൈ. ഒരു എക്സിൽ മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷേ അപ്പുറത്തെ വൈ ആയതുകൊണ്ട് ഇത് രോഗിയാണ്, രോഗിയായ പുരുഷനാണ്, രോഗിയായ മെയിൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ആദ്യത്തെ ആൾക്കാരെ നോക്കിയപ്പോൾ പുരുഷൻ രോഗിയായിരുന്നു. ആ രോഗത്തിൻ്റെ ക്രോമോസോം നേരെ അടുത്ത തലമുറയിൽ എത്തിയപ്പോൾ ആ ഫീമെയിലാണ് എത്തിയത്. പക്ഷേ രോഗം വന്നിട്ടില്ല, വെറും വാഹകയാണ്, ക്യാരിയർ മാത്രമാണ്. അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ അത് മെയിലായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ മെയിൽ രോഗിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, ഇത് നമുക്ക് എത്ര വേണമെങ്കിലും താഴേക്ക് വരച്ചു പോകാം. അപ്പോൾ എല്ലാം ഒരു തലമുറയിലെ ഒരു പുരുഷന് പ്രശ്നമുണ്ടായിരിക്കും, രോഗമുണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ അടുത്ത തലമുറയിൽ അവിടെ രോഗമില്ല, പക്ഷേ അത് സ്ത്രീയിലേക്ക് പകർന്നു കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ സ്ത്രീക്ക് രോഗമില്ല. അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് വന്നപ്പോഴേക്കും അതേ അല്ലെങ്കിൽ വേറൊരു പുരുഷൻ രോഗിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഈ എക്സ് ക്രോമോസോം എന്ന് പറയുന്നത് നോക്കിക്കോണേ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരയ്ക്കാം. ഈ ഒരു അർത്ഥത്തിലാണ് ഇതിനെ നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ക്രിസ് ക്രോസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിനെ ഇംഗ്ലീഷിൽ സ്കിപ്പ് ജനറേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ജനറേഷൻ സ്കിപ്പായിട്ടാണ് രോഗം വരുന്നത്. ഇത് ആദ്യത്തെ ജനറേഷൻ, ഓക്കെ, അവിടെ ഒരു പുരുഷന് രോഗമുണ്ടായിരുന്നു. അടുത്ത ജനറേഷൻ വന്നപ്പോൾ അവിടെ രോഗിയില്ല, പക്ഷെ ക്യാരിയർ ഉണ്ട്. അടുത്ത തലമുറ വന്നപ്പോൾ അവിടെ രോഗിയായ പുരുഷൻ വന്നു. അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ അവിടെയും ക്യാരിയേഴ്സ് ആയിരിക്കും ഉള്ളത്. അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ രോഗിയായ പുരുഷൻ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ജനറേഷൻ സ്കിപ്പ് ചെയ്ത് ഓൾട്ടർനേറ്റ് ജനറേഷനിലെ പുരുഷന്മാർ രോഗികളാണ് എന്ന ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ സ്കിപ്പ് ജനറേഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ? കൂടുതൽ ഇതൊരു സിമ്പിൾ കോൺസെപ്റ്റാണ്, പക്ഷേ ക്രിസ് ക്രോസ് എന്ന് നമ്മളിങ്ങനെ വരച്ച് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ തിയറി ആയിട്ട് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇതാണ് ഈ പറയുന്ന ക്രിസ് ക്രോസ് പ്രേഷണം അഥവാ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് പ്രധാനമായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് 2 രോഗങ്ങളാണ്. ഒന്ന് ഹീമോഫിലിയയും 2 വർണ്ണാന്ധതയുമാണ്. ഓക്കെ, കാരണം അവർ രണ്ടുപേരും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസസ് ആണ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ അല്ലേ ഫ്രണ്ട്സ്? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ കണ്ടു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എങ്ങനെ വരാം? അതായത് താഴെ പറയുന്ന രോഗങ്ങളിൽ ഏതിലാണ് ക്രിസ് ക്രോസ് പ്രേഷണം കാഴ്ചവെക്കുന്നത്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഹണ്ടിങ്ടൺസ് ഡിസീസ്, ഇങ്ങനെ പല പേരുകൾ, ഫിനൈൽ കീറ്റോന്യൂറിയ എന്നൊക്കെ പറഞ്ഞ പല രോഗങ്ങളുടെ പേരുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ താഴെ പറയുന്ന രോഗങ്ങളിൽ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് കാഴ്ചവെക്കുന്നത് ഏതായിരിക്കാം? പ്രധാനമായിട്ട് 2 ഹീമോഫീലിയയും വർണ്ണാന്ധതയും. അല്ലാതെയും കുറേ രോഗങ്ങളുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ 2 രോഗങ്ങളെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഹീമോഫീലിയയും വർണ്ണാന്ധതയും കൂടുതൽ വരാൻ സാധ്യത പുരുഷനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, സ്ത്രീകൾക്ക് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 2 എക്സിനും പ്രശ്നം വന്നാൽ സ്ത്രീകളിലും വരാം. അപ്പോൾ ഈ 2 അസുഖങ്ങൾ സ്ത്രീകളിൽ വരാത്ത അസുഖമാണെന്ന് നിങ്ങൾ കരുതരുത്. വരാൻ സാധ്യതയുണ്ട്, പക്ഷേ അല്ലെങ്കിൽ അതിൻ്റെ വന്നുകൂടായികയില്ല. പക്ഷേ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. സാധ്യതയുണ്ട്, പക്ഷേ സാധ്യത വളരെ ചെറുതാണ് എന്ന് മാത്രം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചെറിയ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു പുതിയ ആപ്പ് ലോഞ്ചായിട്ടുണ്ട്. ആ ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ HSAയുടെ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഫ്രീ ടെസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഓരോ യൂണിറ്റിൻ്റെ ഫ്രീ ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ₹1 പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻസും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആ HSA പരീക്ഷയിലേക്ക് നിങ്ങൾ അടുക്കും തോറും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ HSA നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടെലിഗ്രാം ചാനലും കൂടെ ഉണ്ട്. അതിൻ്റെ
ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ചില ചോദ്യങ്ങളും ചില മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ആ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് ആ പരീക്ഷയിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ ഒരു പെയ്ഡ് ബാച്ച് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.